തുടർച്ചയായ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും നിഫ്റ്റി 10-ഡേ, 20-ഡേ, 30-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തതോടുകൂടി നിഫ്റ്റിയിൽ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു ബുള്ളിഷ് പാറ്റേൺ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം 25,000 എന്ന ലെവൽ മാർക്കറ്റ് ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ 25,100, 25,250 തുടങ്ങിയ ലെവലുകളിലേക്ക് നിഫ്റ്റി ഉയർന്നേക്കാം. 24,900 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയിട്ടും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ നെറ്റ് സെല്ലിംഗ് സൈഡിലായിരുന്നു. 313 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FPIs നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 5,036 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്ക് ഓഫ് ഇന്ത്യ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ബിസിനസ് അപ്ഡേറ്റിൽ ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 8.5% വർദ്ധിച്ച് 7.3 ലക്ഷം കോടിയായി മാറി. ഗ്ലോബൽ ഗ്രോസ് അഡ്വാൻസസ് 13.9% വർദ്ധിച്ച് 7.1 ലക്ഷം കോടിയും ഗ്ലോബൽ ഡെപ്പോസിറ്റ് 10% വർദ്ധിച്ച് 8.5 ലക്ഷം കോടിയുമായി ഉയർന്നിട്ടുണ്ട്. മെട്രോപോളിസ് ഹെൽത്ത് കെയറിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കൺസോളിഡേറ്റഡ് റവന്യൂവിൽ 23% വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ബാങ്കിങ് ആൻഡ് IT സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ചില കമ്പനികൾ അവരുടെ Q2 റിസൾട്ട് പുറത്തുവിടുന്ന ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വിപ്രോയുടെ Q2 റിസൾട്ട് ഒക്ടോബർ 16-ാം തീയതിയും കോട്ടക് മഹീന്ദ്ര ബാങ്ക് ക്വാർട്ടർലി റിസൾട്ട് ഒക്ടോബർ 25-ാം തീയതിയുമാണ് പുറത്തുവിടുന്നത്. HCL ടെക്നോളജി എന്ന കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട റിസർച്ച് വർക്കിന് വേണ്ടി US ബേസ്ഡ് MIT മീഡിയ ലാബ് എന്ന കമ്പനിയുമായി ചേർന്ന് ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. PNC ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 2 പുതിയ പ്രോജക്റ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അസ്ട്രൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി റീസെൻ്റ്ലി നിർമ്മിച്ച കാൺപൂരിലെ പ്ലാന്റിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ച സ്ഥിതിക്ക് അസ്ട്രൽ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് 1000 കോടി രൂപയുടെ ഗ്രോസ് ഡെവലപ്മെൻറ്റ് വാല്യൂ ഉള്ള ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ചെന്നൈയിൽ ആരംഭിച്ചിട്ടുണ്ട്. LTI മൈൻഡ്രി എന്ന കമ്പനി ഗ്ലോബൽ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയുമായി ചേർന്ന് മൾട്ടി ഇയർ ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. KRN ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന കമ്പനി ബസ് എയർ കണ്ടീഷനിങ് ബിസിനസ് കമ്പനിയായ സ്പിയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന കമ്പനിയുടെ ബിസിനസ്സിനെ അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ KRN ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളും കഴിഞ്ഞ ദിവസം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ഡിഫൻസ് സെക്ടറിൽ നിന്നും നൈബ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ നിന്നും 20 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നൈബ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. ഹാവൽസിൻ്റെ സബ്സിഡറി കമ്പനിയായ ഹാവൽസ് ഇൻ്റർനാഷണലിൻ്റെ 20%-ഓളം സ്റ്റേക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഹാവൽസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഐസ്ജെക് ഹെവി എഞ്ചിനീയറിംഗ് എന്ന കമ്പനി FBEL HR1 എനർജി എന്ന കമ്പനിയുടെ 26%-ഓളം സ്റ്റേക്കുകൾ 2.2 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സോളാർ വേൾഡ് എനർജി സൊല്യൂഷൻ എന്ന കമ്പനി പൈനിയർ ഫാക്ടർ IT ഇൻഫ്രാ ഡെവലപ്പേഴ്സുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സോളാർ വേൾഡ് എനർജി സൊല്യൂഷൻ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഫെബ്ടെക് ടെക്നോളജി ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് 68 കോടി രൂപയുടെ മോഡുലാർ ക്ലീൻ റൂം പാർട്ടീഷൻ സിസ്റ്റം ആൻഡ് ഡോർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ദിലീപ് ബിൽഡ്കോൺ എന്ന കമ്പനിക്ക് 100 മെഗാവാട്ട് ശേഷിയുള്ള ഗ്രിഡ് കണക്റ്റഡ് ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ ഫോട്ടോവോൾട്ടായിക് പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഇന്ത്യ എന്ന കമ്പനി മഹാനഗർ ഗ്യാസുമായി ചേർന്ന് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് വാല്യൂ ചെയിൻ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഓയിൽ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.